ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊഞ്ചാണ്. കൊഞ്ച് വെച്ചുള്ളൊരു കറിയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യം മല്ലിയില, കറിവേപ്പില, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ച കുരുമുളകാണ്. ഇതൊരു 3 കുരുമുളകുണ്ട്. കടുക്, വലിയ തക്കാളി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മസാലകളാണ്. ആദ്യം 1 കരണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ സവാള, 2 പച്ചമുളക്, ഒരു 10 അല്ലി ചുവന്നുള്ളി, പിന്നെ വെളിച്ചെണ്ണ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടുന്നത്. കൊഞ്ച് നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ച കുരുമുളക്, ഇതെല്ലാം കൂടെ പേസ്റ്റ് പോലെ അരച്ചതാണ് ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചതിൽ നിന്ന് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരിങ്ങി വയ്ക്കാം. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിനകത്തിട്ട് എണ്ണ ഒഴിക്കാം. ഇതെല്ലാം വറുത്തെടുക്കാം. ഓരോന്നോരോന്നിട്ട് വറുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം മറിച്ചും തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അതിന് ശേഷം എല്ലാം കോരിയെടുക്കാം. ഇനി നമ്മൾ ആ കോരി എടുത്തിട്ട് ബാക്കി വന്ന വെളിച്ചെണ്ണയില്ലേ, അതിൽ തന്നെയാണ് ബാക്കി നമ്മൾ പ്രിപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. ആദ്യം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ചതച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചിരുന്ന ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, കുരുമുളക് എല്ലാം കൂടെ ബാക്കി വന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് മാറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, ഉള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് നല്ല പഴുത്ത തക്കാളി, ഇതൊരു തക്കാളിയാണ്, ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കി മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മാറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം കണ്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ എല്ലാ സൈഡിലും തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.